ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടാണോന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞു നിർത്തിയത് സഹോദരിയുടെ വസ്തു വാങ്ങുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ സഹോദരിയായിട്ട് വസ്തുവിനെ കുറിച്ച് സംസാരിച്ച് ഇച്ചിരി എന്തുവാ, നമുക്ക് മൊത്ത വസ്തുവും കൂടെ, അവർക്ക് 35 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ അത് മൊത്തവും കൂടെ വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ആ വസ്തു വാങ്ങിയേ പറ്റൂ. ചേട്ടായിക്ക് ആ വസ്തു ഇല്ലാതെ ഒരു രീതിയിലും പറ്റത്തില്ല. കാരണം ചേട്ടായിക്ക് എന്നല്ല, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമ്മുടെ മോള് ഉറങ്ങുന്ന മണ്ണ് മറ്റൊരാൾക്ക് കൊടുക്കുക, മറ്റൊരാൾ അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ, അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ വസ്തുവിന് വില പറഞ്ഞു. ഇങ്ങനെ നമ്മളല്ല, അവർ തന്നെ വസ്തുവിന് വില പറഞ്ഞു. ആ വിലയ്ക്ക് നമ്മൾ സമ്മതിച്ച് അങ്ങനെ 12 ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് ആ വസ്തു വാങ്ങിച്ചു. വാങ്ങിച്ചതിൽ 1 രൂപ മുതൽ അവസാന രൂപ വരെയും കടം വാങ്ങി തന്നെ അത് വാങ്ങിച്ചത്. പക്ഷെ എന്തോ ഒരു ധൈര്യത്തിൽ നമ്മളത് വാങ്ങി. കാരണം നമുക്ക് ജോലി ചെയ്ത് തീർക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളത് വാങ്ങി. കാരണം അത് നമുക്ക് ഉണ്ടായേ പറ്റൂ. അങ്ങനെ ആ വസ്തു വാങ്ങി. അത് ഇങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. അപ്പോഴും നമ്മൾ സോപ്പിന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ സോപ്പിന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചത്, വേറെ എന്തെങ്കിലും ഒരു പരിപാടിയും കൂടെ നമുക്ക് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അതിലുപരി എൻ്റെ ഇളയ സഹോദരൻ കർണാടകയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ്റെ കൂടെ 10-40 ജോലിക്കാരുണ്ട്. അവർക്ക് അന്നേരം അവിടെ ഭക്ഷണമെല്ലാം അവിടെ തന്നെ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ എന്നെ വിളിച്ച് പറയും. കാരണം സഹോദരന്റെ വൈഫ് ഡൽഹിയിലാണ്. അപ്പൊ എന്നെ വിളിച്ച് പറയും, ഇതുപോലെ കൊടുത്തു വിടാൻ പറയും. അങ്ങനെ ഞാൻ കടയിൽ നിന്ന്, ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് പോയി വാങ്ങിച്ച് കൊടുത്തു വിടും. അങ്ങനെ കുറേ നാളായപ്പം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്ന്, ഞാൻ ആ സഹോദരനോട് ചോദിച്ച്, എടേ, ഞാൻ ഇനി മുതൽ ഞാൻ വാങ്ങി വെച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കട്ടെ, അപ്പൊ ഇയാൾക്ക് അത് തന്നു വിട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞ. അതിനെന്തായാലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ, നീ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അങ്ങ് എൻഗേജ്ഡ് ആവും. അപ്പൊ നിന്റെ വിഷമമൊക്കെ ഒത്തിരി മാറും. അപ്പൊ നീ അത് ചെയ്യ്. ഞാൻ വേറെ ആരോടെങ്കിലും ഒക്കെ കൂടെ പറഞ്ഞിട്ട് അവരെ കൊണ്ടും കൂടെ ഒക്കെ വേടിപ്പിക്കാം. അപ്പം നിനക്ക് നല്ല സെയില് നടക്കും, നീ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊല്ലത്ത് പോയി 2 ചാക്ക് മുളകും 1 ചാക്ക് മല്ലിയും അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് അത് കഴുകി നമ്മുടെ അടുത്തുള്ള ഒരു പയ്യന്റെ വീടുണ്ട്, തൊട്ട് താഴെയുള്ള ഒരു വീടിന്റെ ടെറസിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് അത് ഉണക്കി പല മില്ലുകളിലായിട്ട് പുറത്ത് കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവച്ച് അങ്ങനെ അത് സെയില് തുടങ്ങി. അത് കുഴപ്പമില്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ വന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.